അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യോ? എന്റെ റൂമിൽ കടന്നു വന്നിട്ട് എന്നോട് ഞാൻ ആരാണെന്ന് നീ ആരാ? ഞാൻ പ്രിയൻ. ആർക്ക് പ്രിയൻ? അല്ല പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടെ താമസിക്കാൻ വന്ന. ഓ, എന്റെ റൂം ഷെയർ ചെയ്യാൻ വന്നാണ്. വാസു വിളിച്ച് പറഞ്ഞിരുന്നു. ആഹാ, അടുക്കള സമയത്താണ് നാട്ടിൽ നിന്ന് വന്നത്. ഓക്കെ പ്രിയ, ഞാൻ കണ്ണപ്പൻ, സീനിയർ സൂപ്രണ്ട്, വകുപ്പ് തൊഴിൽ. പറഞ്ഞായിരുന്നു. ചേട്ടായിക്ക് കഞ്ഞിയും തോരനും പപ്പടമൊക്കെ എടുക്കട്ടോ? നോ നോ നോ, പപ്പടക്ക് കഴിക്കാൻ പറ്റൂല. വെളിച്ചെണ്ണേ, കൊളസ്ട്രോള് 300 കഴിഞ്ഞു. കഞ്ഞി പാടില്ല, ഷുഗറാ. അച്ചാറും പറ്റില്ല, BP ഉള്ളതാണേ. ഇതാണ് ഇപ്പോഴത്തെ എന്റെ മെനു. ഒരു ശരാശരി മലയാളിക്ക് ഇപ്പൊ നേരെ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കണ്ടിട്ടില്ലേ? കല്യാണ സദ്യക്ക് ആക്രാന്തത്തോടെ തള്ളിക്കയറും. എന്തിനാ ഓരോന്ന് വിളമ്പുമ്പോ വേണ്ട വേണ്ട എന്ന് പറയാനാ? അസുഖമാണ്. അപ്പോ ചേട്ടായി ഒന്നും കഴിക്കാറില്ലയോ? ഒന്നും കഴിക്കാതിരിക്കാനും പറ്റില്ല, അൾസർ അടിക്കും. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ഇതും കഴിക്കും. അപ്പോ കല്യാണം കഴിച്ചാന്നോ? അതും കഴിച്ചിട്ടില്ല. ഇതൊന്ന് കഴിച്ചോട്ടെ. കല്യാണക്കാരും പറയുമ്പോ പ്രഷർ കൂടും. ലേബർ വകുപ്പിൽ LDC ആയി കയറിയപ്പോ വിവാഹാലോചനകൾ വന്നതാ. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ്. 50 പവനും വീട് കാർ ഓഫർ വന്നു. അപ്പൊ എന്റെ അമ്മ മക്കളെ കണ്ണപ്പ, LD ക്ലാർക്കിന് ഇത്രയും റേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് UD ക്ലാർക്ക് ആയാൽ നല്ല ഓഫർ വരില്ലെന്ന് ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്തു. വയസ്സ് 35, UDC ആയി ആലോചന വന്നു. അപ്പ അമ്മ പറഞ്ഞു, മക്കളെ കണ്ണപ്പ ഹെഡ് ക്ലാർക്ക് ആയിട്ട് പോരെയെന്ന്. വെയിറ്റ് ചെയ്തു. 40-ാം വയസ്സിൽ ഹെഡ് ക്ലാർക്കായി. 45 ജൂനിയർ സൂപ്രണ്ട്, 50 സീനിയർ സൂപ്രണ്ട്, ഇപ്പൊ 52 നടപ്പ്. അമ്മ പറയുന്നതേ 54 AEOവും. അപ്പൊ നല്ല സ്വീകരണം കിട്ടുമെന്നാ. ജാതകത്തിൽ കാണുന്നത് അമ്മ അടുത്ത വർഷം നാട് നീങ്ങുന്ന. അങ്ങനെയാണെങ്കിൽ റിട്ടയറിന് മുമ്പ് ഞാൻ കെട്ട് കെട്ടും. അതിരിക്കട്ടെ, നിന്റെ കെട്ട് കഴിഞ്ഞോ അതോ പുററിഞ്ഞ് നിൽക്കുകയാണോ? അമ്മയുണ്ടെങ്കിൽ ആദ്യം തട്ട്, എന്നിട്ട് സ്ത്രീധനം വാങ്ങി ഒരുത്തിയെ കെട്ട്. സുന്ദരിയും സുശീലിയുമായ ഒരുത്തിയെ നോക്കടോ. എനിക്ക് സന്തോഷം ഒന്നും അറിഞ്ഞിട്ടില്ലാത്തൊരു പെങ്കൊച്ചിനെ മതിയെന്നേ. എങ്ങനെ സന്തോഷം? സന്തോഷം അറിയാത്ത പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ അത് എന്നാ പറയണ്ടേ? എന്നെ കൂടി ആയിരിക്കണം അവൾ എല്ലാ സന്തോഷങ്ങളും അറിയേണ്ടത്. കുറച്ച് കഷ്ടപ്പാടും പ്രയാസത്തിലൊക്കെ വളരുന്ന പെങ്കൊച്ചായിരിക്കണം. അങ്ങനെയുള്ളൊരു പെങ്കൊച്ചിന് ജീവിതം കൊടുക്കുമ്പോൾ അതൊരു സുഖം. ഇതൊരു അസുഖ, ഗുളിക വിഴുങ്ങണം എന്ന് വെച്ച് കാശുകാരി പെൺപിള്ളേർ മോശമൊന്നല്ല കേട്ടോ. എനിക്ക് ശരിയാകുകയല്ല, അത്രേ ഉള്ളൂ. ഞാൻ വാങ്ങുന്ന ശമ്പളം അല്പം മിച്ചം പിടിച്ചൊക്കെ ചിലവാക്കുന്നവളായിരിക്കണം എൻ്റെ ഭാര്യ. ആഴ്ചയിലൊരിക്കൽ അവളുമായിട്ട് എനിക്ക് തോനക്കാടി ചന്തയിലൊക്കെ ഒന്ന് പോകണം. എൻ്റെ കാശുകൊണ്ട് അവൾക്ക് വളയും മാലയൊക്കെ മേടിച്ചു കൊടുക്കണം. ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം അവൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ. എങ്ങനെ? ഭാഗ്യം പിറന്നൊരു പെൺകുട്ടി നിനക്ക് വേണ്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. ഭയങ്കര ഒച്ചയുണ്ടല്ലയോ? ഇതും മൊത്തം ഇളകിയിരിക്കുക. ഉറപ്പിച്ചില്ലേ താഴെ പോരും. അതാ പിടുത്തപ്പെട്ടു പോയതാ. ഞങ്ങള് ഹൈറേഞ്ചുകാർക്ക് ഇതൊക്കെ ഒരു പതിവാ. റബ്ബറേന്നും പാറയെന്നൊക്കെ ദിവസം വീഴ്ചയാ. അടെ 3 വർഷം മുമ്പ് എവിടെ അടെ 3 വർഷം മുമ്പ് ട്രക്കറേന്ന് വീണതാ. നമ്മുടെ സാബാഷിന്റെ വീടിന്റെ മുന്നേ വെച്ച് മാർക്കറ്റിലോട്ട് ലോഡും കൊണ്ട് പോവായിരുന്നു. ഒരു കോഴി വട്ടം ചാടിയെന്നേ. ഒറ്റ വെട്ടിയിലായിരുന്നു. ആണ്ടെ താഴെ കിടക്കുന്നു. ഇപ്പൊ വീണ് ശരീരത്തിന് ഒരു ബലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചെറിയ അപകടങ്ങളൊക്കെ വന്നാലും നേരിടാനുള്ള ശക്തിയൊക്കെ ആയിന്നേ. കല്ല് വെച്ചായിരുന്നോ?
അവിടുത്തെ ജോലിക്കാരിയാണോ? അതെ. തോന്നിയായിരുന്നു. എവിടെ വീട് എവിടാ? എന്റെ വീടൊക്കെ തൊടുപുഴയില് തോനക്കാടാ. കൊച്ചിന്റെ വീട് എവിടാ? ഒറ്റപ്പാലം. ഒറ്റപ്പാലം കേട്ടിട്ടുള്ളൂ. അച്ഛനായി വാ, കൂലിപ്പണിയാന്നോ? അച്ഛനില്ല, അമ്മയെ ഉപേക്ഷിച്ചു പോയി. ഞങ്ങളിപ്പോ വല്ലാത്ത കഷ്ടത്തിലാ. ആ നന്നായി. എന്താ? അല്ല, എന്റെ അമ്മ എപ്പോഴും പറയുവേ തള്ളത്ത് നിന്നാ വളരുകയില്ലാന്ന്. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ കിട്ടുന്ന ചെറിയ സുഖം ഉണ്ടല്ലോ, അത് വലിയ സന്തോഷം. നേരെ മറിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടല്ലോ, എത്ര കിട്ടിയാലും തൃപ്തി വരികയല്ല. ഇവിടുത്തെ സാറിന്റെ മോളാ. ആണോ? കൊച്ചനായി വാ. ഞാൻ ഇറങ്ങുവാണേ. ഞാൻ വരുവാ. എന്നെ വിളിക്കുന്നു. ചായ കുടിച്ചായിരുന്നോ? കാണാൻ കേട്ടോ. ഒന്ന് വാടാ. ഓ വരുന്നേ. ആരത്? അയ്യോ, ഒരു വാചകം പറയേണ്ട സ്ഥലത്ത് 9 വാചകം പറയുന്ന ആളാ. പ്രിയൻ ഫ്രം തോന്നക്കാട്, തൊടുപുഴ. അല്ല, ഈ വാചകാടി പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ ഉള്ളോ അതോ സ്ഥിര സ്വഭാവമാണോന്ന് എന്റെ സംശയം. വാ, എന്നെ കണ്ട ജോലിക്കാരിയാണെന്ന് പറയോ? എന്താ? അയാൾ എന്റെ അടുത്ത് ചോദിക്കാ ഞാനിവിടുത്തെ ജോലിക്കാരിയാണോന്ന്. ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. വരട്ടെ. നിന്റെ ഈ കോലം കണ്ട ആർക്കും അങ്ങനെ തോന്നും. നടക്ക്, അങ്കിൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പുറത്തെ ലോഡ്ജിലെ കക്ഷിയായിട്ട് ഞങ്ങൾ ഒരു ചെറിയ ചാറ്റിംഗ്. നന്ദകുമാർ വിളിച്ചിരുന്നു. നെറ്റ്വർക്ക് കോളനിയിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു വല്ലാത്ത സ്ഥലമായി ഈ കോളനി. പ്രോജക്റ്റിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എടുക്കുക, തിരിച്ചു വരിക. അവിടുത്തെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളിലൊന്നും ഇടപെടരുത്. അതെങ്ങനാച്ചാ? MSW എന്ന് വെച്ചാ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിന്റെ മാസ്റ്റർ ആവണമെങ്കിൽ സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണ്ടേ? അവരുടെ പ്രശ്നങ്ങൾ, കുടുംബകാര്യങ്ങൾ, ഇനി ഭർത്താക്കന്മാർ മദ്യപിക്കുന്നവരാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം സ്റ്റഡി ചെയ്യണ്ടേ? പിന്നെ കുടുംബശ്രീ യൂണിറ്റിൽ പോയപ്പോ ചെയ്ത പോലെ പിള്ളേരെ കുളിപ്പിക്കലൊന്നും വേണ്ട. ഒക്കെ ചെയ്യും. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇലക്ഷന് നിക്കണം. ചെലപ്പോ ജയിച്ച് മന്ത്രിയാവില്ലെന്ന് ആര് കണ്ടു? അച്ഛൻ എന്തായാലും നന്ദനങ്ങളുടെ അടുത്ത് പറഞ്ഞോളൂ. കോളേജിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു 6 പേര് കൃത്യം 11 മുമ്പ് ആ കോളനിയിൽ എത്തുന്നു. അച്ഛാ, രേവതിയുടെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല. അയ്യോ, ഈ കുട്ടിയുടെ ഒരു കാര്യം. നിക്കേ രേവതി. എന്താ മീരെ? ഇങ്ങ് വാ. നിന്റെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ടോ? പക്ഷെ എനിക്ക് താല്പര്യമില്ല ആന്റി. ഒറ്റ അടി വെച്ച് തന്നാണ്ടല്ലോ, ഇത് വലിയ കഷ്ടമായല്ലോ. രേവതി നോക്ക്, ഞങ്ങളുടെ ഔദാര്യം പോലെയൊന്നുമല്ല നിന്നെ എവിടെ നിർത്തി പഠിപ്പിക്കുന്നത്. നിന്റെ അച്ഛനോട് എനിക്കൊരു കടപ്പാടുണ്ട്. കഷ്ടകാലം ആർക്കും വരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വീടായേ കാണാവൂ. പഠിപ്പിന് ആവശ്യമായി എന്തും, ഫീസ്, ഡ്രസ്സ്, ബാക്കി എന്തുണ്ടെങ്കിലും ചോദിച്ചോണം. പിന്നെ നല്ല മാർക്കും വാങ്ങണം. ദേ, ടൂർ ഫീസ് അങ്ങ് കൊടുത്തു തരും. ശരി. സോഷ്യൽ വർക്കറേ, ബൈ. ഏറ്റവും കൂടുതൽ വൃത്തിയോടുള്ള സ്ഥലമാണ് ഇപ്പൊ ഏറ്റവും വലിയ സിറ്റി. എന്താ? അല്ല, ഇങ്ങനെ റോഡിലേക്ക് വേസ്റ്റ് എടുത്ത് എറിയുന്നവരാ ശരിക്കുള്ള വേസ്റ്റ് എന്ന് പറയുമായിരുന്നു. തോന്നിക്കാടാണ് കൊള്ളാലോ. തോന്നിക്കാടോ? ഈ താലൂക്ക് ഓഫീസിലേക്കുള്ള ബസ്. ഏയ്, നമ്മളിന്ന് രാവിലെ കണ്ടല്ലായിരുന്നോ? ഒരു വ്യത്യാസം കേട്ടോ. കണ്ട വേലക്കാരത്തി ഒന്നും പറയത്തില്ല. അല്ല, ഞാൻ ഈ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേ. ആണോ? ഞാനും അങ്ങനെ തന്നെ. നമ്മൾ അധ്വാനിക്കുന്നവരുടെ ആയുധം എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പൊ കൊള്ളാവുന്ന ഡ്രസ്സ് ധരിക്കുന്നത് ആ ശരീരത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമില്ല. പക്ഷെ ആർഭാടാകരുത് കേട്ടോ. പക്ഷെ ഇത് നല്ലതാ. എന്തിനാ അച്ഛൻ അമ്മ ഉപേക്ഷിച്ചു പോയെ? അച്ഛനോ? പറഞ്ഞല്ലായിരുന്നു? ഓ, അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയത് മദ്യപാനം. അടുത്ത മദ്യപാനിയായിരുന്നു. ശരിയാ. ഈ ചത്തെടുത്തും പെറ്റെടുത്തും ഇപ്പൊ മുംബൈ നിൽക്കുന്ന മദ്യമാ. എന്റെ അച്ഛൻ പോയത് അങ്ങനെ നല്ല വെള്ളോടിക്കാരനായിരുന്നു. നമ്മള് തമ്മിൽ ഭയങ്കര സാമ്യം ഉണ്ടല്ലോ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്ക്. കോളേജിലേക്കോ? അല്ല, കോളേജില് സാറിന്റെ മോള് രേവതിക്ക് ഇതൊക്കെ കൊടുക്കണം. കാശുകാരങ്ങനെയാണല്ലോ, ലഞ്ചും മറ്റും ജോലിക്കാരും കൊണ്ട് കൊടുക്കണം. അതിപ്പോ എന്നതിനാ ഇത്ര വലിയ നിരാശയായിട്ടൊക്കെ പറയുന്നത്? അത് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി അങ്ങ് ചെയ്യണമെന്നേ. എവിടെ കോളേജ്? എവിടെ? ഇവിടെ ഈ മാധവപുരത്ത്. ഏയ്, നമ്മുടെ താലൂക്ക് ഓഫീസ് കഴിഞ്ഞിട്ടല്ലേ? അതെ, അവിടെ തന്നെ.
താലൂക്ക് ഓഫീസ് വഴിയല്ലേ? ഏയ്, അയ്യോ കേറില്ല. അല്ല ഇത് ആ വഴിയാന്നേ. അല്ല ഞാൻ വന്നോളാം ഇനിയിപ്പോ ഓ വരാടോ പോയി. എന്നാ വാടോ. ഇയാള് കിടന്ന് പോവാ ആന്നേ. ഏയ് ഞാനും 2 മാസം ബസ്സിലെ കിളിയായിരുന്നു. പക്ഷെ സ്ത്രീകൾ കയറുമ്പോ ഇതേ കണക്ക് പോസ്റ്റ് ഇട്ട പോലെ നിൽക്കുകയില്ലായിരുന്നു. ചേട്ടാ 2 ടിക്കറ്റ്, ഒരു താലൂക്ക് ഓഫീസ്, മതപുരം ഒരു മാധവരും. ഇവിടെ ആരാ ടിക്കറ്റ് കളാരാ? ഹലോ എന്നാ പേരെന്നാ? രാധാകൃഷ്ണൻ. അല്ലാതെ രാധാന്നല്ലല്ലോ. ഇതേ സ്ത്രീകളുടെ സീറ്റാ. സ്ത്രീകൾ ഇതുപോലെ നിൽക്കുമ്പോഴാണോ ഇതുപോലെ പുരുഷന്മാരെ കയറിയിരിക്കുന്നത്? ആ എണീറ്റ് എണീറ്റ്. താൻ അവിടെ ഇരിക്കണോ? പിന്നെ അല്ല വേണ്ട. നീ ഒന്നും വരുന്നേ. ഇതേ നിയമങ്ങൾ അനുസരിക്കാൻ തന്നെ ഉള്ളതാ. എവിടെയെങ്കിലും മൂത്രമൊഴിക്കാൻ പാടില്ലെന്നുള്ള ബോർഡ് കണ്ടെങ്കിൽ അവിടെ മൂത്രമൊഴിക്കുന്ന പാർട്ടികളാ. ഒന്ന് പതുക്കെ പറടൂ. ആ ഇതുപോലെ പതുങ്ങി നിൽക്കുന്നതുകൊണ്ടാ അമ്മ പെങ്ങന്മാർ ഇതുപോലെ നിൽക്കേണ്ടി വരുന്നത്. കാര്യം. ടിക്കറ്റ് പറ. അതെ ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ട്. എൻ്റെ നാട് തോനക്കാടാ. ഒരു ഫിലിപ്പ്. ആകാശത്തിന് താഴെ അവൻ മാത്രമേ ഉള്ളൂ അവൻ്റെ വിചാരം. വായി തോന്നി എന്തും വിളിച്ചു പറയും. പെണ്ണുങ്ങളെ ഓക്കെ വഴി നടക്കാൻ സമ്മതിക്കുകയല്ല. അവസാനം ഞാനും കിഴക്കേതിലെ ജ്യോതിയും പ്രകാശനും കൂടി അവൻ അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചു. ആ പറഞ്ഞില്ലല്ലോ പ്രകാശൻ്റെ അപ്പം മിലിറ്ററിയില്ല. അങ്ങനെ ഞാനും ജ്യോതിയും പ്രകാശനും. പൊന്നു സഹോദര ഞാൻ തോറ്റു. ഇതെന്താ റേഡിയോ ആണ്? ഇതിലും ഭേദം നിൽക്കണം. ഇങ്ങോട്ടിരുന്നോളൂ, ഇങ്ങോട്ടിരുന്നോളൂ. എന്റെ അമ്മോ ഇനി ചേച്ചി പോയിരുന്നോളൂ. സ്ഥലമുണ്ടല്ലോ, കറക്റ്റ് സീറ്റ്. അതാ നല്ലത്. പുതുമോടിയാണല്ലേ? ഹലോ, ഞാനും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബഹളം വെച്ച് ഭാര്യയ്ക്ക് സീറ്റൊക്കെ പിടിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതന്ന്. ഇപ്പൊ ഞാണ്ടല്ലോ എവിടെങ്കിലും പോയി ഇരിക്കാൻ പറയും. കല്യാണം കടുപ്പം തന്നെ സ്വാമിയേ. എന്താ നിന്റെ ഉദ്ദേശം? ആ പ്രിയൻ അവനത് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. ആ എന്തോന്നാ അങ്കിൾ ഇതറിഞ്ഞ എന്തൊക്കെ ഉണ്ടാവാന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? വരട്ടെ, അറിയാനൊക്കെ ഇനി സമയം കിടക്കല്ലേ. ഒരു പാവം തോന്നക്കേട്ടുകാരനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ആദ്യം ഞാനും അതേ വിചാരിച്ചുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞ ഇപ്പൊ ഞാനൊരു വല്ലാത്ത അറ്റാച്ച്മെന്റില്ല. ഈ ഡ്രാഫ്റ്റിംഗ് കറക്റ്റ് ആണോ നോക്കിയ പ്രിയ? ശോഭ സാറേ, നമ്മുടെ നീനുമോക്ക് പ്രിയനെ കാണുമ്പോ ആകപ്പാടെ ഒരു സംശയമാണല്ലോ. എന്നാ പിന്നെ പ്രിയ, ഓ നീനുവിന്റെ വീട്ടിൽ നമ്മളൊന്ന് സംസാരിക്കട്ടോ? എന്നതാ? രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന്. എന്നാ നടക്കട്ടെ എന്ന്? കല്യാണമായി. നിങ്ങൾ ഈ നീനിക്കൊച്ചിന് വെറുതെ കളിയാക്കാന്നോ? ഇതിനൊക്കെ സ്വയംഭര ആമ്പിള്ളേര് വേറെ കിട്ടുന്നേ. നമ്മളൊക്കെ പാവം തോനക്കാട്ട്. പിന്നെ നമുക്കൊക്കെ പറ്റിയൊരു പെങ്കൊച്ചിനെ ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിച്ചായിരുന്നു. അത് ശരി. എടാ ഭയങ്കര. ഞാൻ താമസിക്കുന്ന ലോഡ്ജില്ലയോ, അതിനടുത്തുള്ള പെങ്കൊച്ച. ഒരു പാവം പിടിച്ചതാണ്. വെയിൽ കൊള്ളാനും വെള്ളം കോരാനൊന്നും അതിന് യാതൊരു മടിയില്ല. ആളെങ്ങനെ പ്രിയ? സുന്ദരിയാണോ? സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ കണ്ണിലല്ലേ. എന്റെ കണ്ണിൽ ആ പെങ്കൊച്ചും, ആ പെങ്കൊച്ചിന്റെ കണ്ണിൽ ഞാനും ഓക്കെ. ആ എന്റെ പെങ്ങടെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ കാണും. നമ്മുടെ പെങ്കൊച്ചിന് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ രജിസ്റ്റർ മാരേജ് ഒന്നും ആയിരിക്കത്തില്ല. 4 ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നല്ലോ അവളുടെ അഭിമാനം എന്ന് പറയുന്നത്. ആ അതിനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ഒരുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ബസ്സും പിടിച്ച് പാട്ടൊക്കെ പാടി അങ്ങ് പോവാം. തോനക്കാടൊന്നും ചിലപ്പോ ഒരു ബസ് കാണും. ഞാനിത് സാറിനോട് പടം കഴിഞ്ഞോ സാറേ? ആരാ? അയ്യോ അതല്ലേ വൈശാഖൻ സാറ്. പുള്ളിക്കാരന്റെ ഒഴിവിലല്ലേ പ്രിയനൂടെ കേറിയത്. പക്ഷെ ഇപ്പോഴത്തെ ഈ വരവിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വാ ഇരിക്കെ. ലീവാണേലും ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിക്കൂടെ? സാറ് വിഷമിക്കണ്ട, ഞാൻ ഇനി സ്ഥിരമായിട്ട് ഇവിടെ കാണും. ലീവ് ക്യാൻസൽ ചെയ്ത് നാളെ ഞാൻ റീജോയിൻ ചെയ്യാൻ സാർ. അപ്പോൾ സിനിമ ഡയറക്ഷൻ അതൊക്കെ ഒരു സിനിമ കഥ പോലെ അങ്ങ് പോട്ടെ സാർ. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് സാർ ഇൻഡസ്ട്രിയിൽ. കാത്തിരുന്ന് മടുത്തിട്ട് മറ്റു ജോലിക്ക് പോകുന്നത്. ലേറ്റായി വരുന്നതിന് നാളെ മുതൽ മെമ്മോയും വാണിങ്ങൊന്നും വേണ്ട സാർ. പ്രൊഡ്യൂസർ തെണ്ടി നടക്കലൊക്കെ നിർത്തി. എടോ വൈശാഖ, തനിക്ക് പകരം വേറൊരാൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അയാൾ ത്രോൺ ഔട്ട് ആവണമല്ലോ. താൽക്കാലിക വേക്കൻസി അല്ലേ, പിരിഞ്ഞു പോട്ടെ. അപ്പോൾ നാളെ ഞാനിങ്ങ് വരുന്നു. ആ
വൈശാഖ പ്രിയ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാടാ? അല്ല അതിപ്പോ എന്നാലും ഇവിടുന്ന് പോയല്ലേ പറ്റത്തുള്ളൂ സാറേ. എനിക്ക് എവിടെയും എന്ത് ജോലി ചെയ്യാനും സന്തോഷമുള്ളൂ. പക്ഷേ എന്നാന്ന് വെച്ചാ എനിക്ക് സാറിനെയും ഇവിടെ ഉള്ളവരെയൊക്കെ അങ്ങ് വലിയ ഇഷ്ടമായിരുന്നേ. ഞങ്ങളും നിന്നെ അങ്ങ് സ്നേഹിച്ചു പോയടാ. പക്ഷെ പെട്ടെന്ന് നാട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോയാലേ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നേ, അതാ. നീ ഒരു കാര്യം ചെയ്യ്. നീ നേരെ വൈശാഖന്റെ വീട്ടിൽ ചെന്ന് നിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവനോട് നേരിട്ടൊന്ന് പറ. അതെ, പ്രിയനൊന്ന് പോയി കാണും, അതാ നല്ലത്. ചെല്ല. ഉള്ളലിഞ്ഞ പന്തുരുട്ടേ ഒരയൊരു കൂരയിൽ എന്നെയും തേടി തളർന്നിരുപ്പാണേ. നേരാണേ 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 ചുട്ടരച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മൊന്തി ചന്തയിലെത്തി ചില്ലുവലം കയറ്റി അതെ, ജോലിക്കാരോ ജോലിക്കാരോ ജോലിക്കാരനോ? എന്ത് കളിയാക്ക? ഇതിലെന്നെ കളിയാക്കാനിരിക്കുന്നത്? ജോലിക്കാരാന്ന് വിളിക്കുന്നത് നല്ലതല്ലയോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ജോലി ചെയ്യാത്തവനെ എന്ന് വിളിക്കുന്നതാ കളിയാക്കല്. പിന്നെ ഈ കയ്യോങ്ങലൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി കേട്ടോ. എന്നാ നോക്കി പഠിപ്പിക്കുന്നു? അല്ലണോ അല്ലേ? അഭിനയിച്ച് കാണിച്ചതാ. നാടകത്തില് നല്ല സഹനടനുള്ള അവാർഡ് 3 പ്രാവശ്യം വാങ്ങിച്ചവനാണ് ഞാൻ. ഇപ്പോ വൈശാഖ സാറിന്റെ പടത്തിലൊരു ചാൻസിന് വേണ്ടിയാ ഇതൊക്കെ. ആണോ? എന്നാ കേട്ടോ, വൈശാഖൻ സാറ് പടമൊക്കെ മടക്കി ഓഫീസിൽ ചേരാൻ പോവാ. സിനിമയ്ക്കൊക്കെ കാണണ്ടേ, കാർട്ടൂൺ ഇട്ടു. അമ്മച്ചി, ഞാനേ വൈശാഖൻ സാർ ഒന്ന് കാണാൻ വന്നതാ. പൂനെന്നാണോ? എന്നാ? അല്ല, പൂനെയിലെ സിനിമാക്കാരവന്റെ കൂട്ടുകാര്. അല്ല, ഞാൻ ഓഫീസിൽ നിന്നാ. വൈശാഖൻ സാർ ജോലിക്ക് ജോയിൻ ചെയ്ത എന്റെ ജോലി പോവും. സാറിനെ കണ്ടിട്ടൊന്ന് അപേക്ഷിക്കാൻ വന്നതാ. സാറിനെ കാണാൻ. അതെ, വൈശാഖ സാർ അകത്തോട്ട് അങ്ങോട്ട് വന്നാട്ടെ. അയ്യോ, ഇതെന്നാ ഈ ചേനയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതിനൊന്നും വളം ഇടുകയല്ലേ? ആകെ കുറഞ്ഞിരിക്കുന്നു. അമ്മച്ചി വളം ഇടുമ്പോഴേ നമ്മുടെ വാഴല കരയിച്ച് കൂടി ഇടണം, എന്നാലും നല്ല പുഷ്ടി ഉണ്ടാകത്തുള്ളൂ. സിനിമാക്കാര്യത്തിന്റെ ഇടയ്ക്ക് ചേനക്കാര്യം. അങ്ങോട്ട് വന്നിട്ട് വൈശാഖ സാറിനെ കാണാം. സാറേ സാറേ ഉണരണേ സാറേ. അയ്യോ, ഈ നേരം വരെയൊക്കെ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? സാറേ, ഈ പകലുറക്കമൊക്കെ ഐശ്വര്യക്കേടാ കേട്ടോ. മാത്രമല്ല ആള് മന്ദനായി പോവും. സാറിനോട് കാര്യം പറയുള്ളൂ. സാറേ, രാവിലെ ഓഫീസിൽ വെച്ച് കണ്ടായിരുന്നു. സാറ് തിരക്കായോണ്ട് പിന്നെ എന്നെ ശ്രദ്ധിച്ചു കാണത്തില്ല. സാറ് ഇവിടുത്തെ പോയപ്പോ വേക്കൻസിയിൽ വന്നത് ഞാനാ. ഓ, പ്രിയദർശൻ എന്നാ പേര്. സാറ് റീജോയിൻ ചെയ്താ ഞാൻ പിന്നെ തിരിച്ചു പോകേണ്ടി വരുവേ. പോണം. പോണ്ട, വേണ്ട. സാറേ, ഇതിപ്പോ എന്നാന്ന് വെച്ചാ ഗൗരി എന്ന് വെച്ചാണെങ്കിൽ എന്റെ പെങ്ങളാ. അവളിപ്പോ BSc ഒക്കെ പാസ്സായി. ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞായിരുന്നേ. ഇതിനിടയില് ബ്രോക്കർ ഒരു പണി ഒപ്പിച്ചായിരുന്നേ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാന്നൊക്കെ അവരോട് വെച്ചങ്ങ് കീറി. പെണ്ണിന്റെ ആംഗ്ല സിറ്റിയിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാന്ന് അറിഞ്ഞപ്പോ അവരും അങ്ങ് ഹാപ്പിയായി. ഇനിയിപ്പോ PSc ടെമ്പററിയാന്നൊക്കെ പറഞ്ഞാ അവർക്കതങ്ങ് മനസ്സിലാകുകയല്ല. അതാ ഞാനിപ്പോ ജോലിയിൽ നിന്ന് അങ്ങ് തിരിച്ചു പോയാൽ അവരുടെ മുന്നിൽ കളനാകുവേ. ഒരു 3-4 മാസത്തെ സമയം തന്നാൽ മതി സാറേ. അതിനുള്ളിൽ ഞാൻ അവരങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെ പരത്തി പറയാതെ സാറിനോട് നേരിട്ട് ഒറ്റ അടിക്കങ്ങ് പറ. സാർ ഓഫീസിൽ പോകണ്ട, സിനിമ എടുക്കാൻ പോയാൽ അതൊന്നും നടക്കില്ല സാർ. ഇതിപ്പോ എന്റെ പെങ്ങളുടെ ജീവിതകാര്യമായിപ്പോയി. മാത്രമല്ല ഞാനും ഒരു പെങ്കൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ടേ. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് സാറിന് പറയാതെ തന്നെ അറിയാലോ. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല സാറേ. ഞങ്ങൾ ഈ കാല് പിടിക്കാൻ കേട്ടോ. സാറ് സിനിമാ കഥയൊക്കെ എഴുതുന്ന ആളല്ലേ. ഈ മനുഷ്യനെ മനസ്സിലാക്കുമ്പോഴല്ലേ സാറേ ഈ കഥയൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. ആർക്കും എന്നെ മനസ്സിലാക്കാൻ വയ്യ. എല്ലാരും ഞാൻ മനസ്സിലാക്കിക്കോണം. എടോ, ഞാനും ഇതുപോലെ അപേക്ഷയുമായിട്ട് പല പ്രൊഡ്യൂസേഴ്സിനും കണ്ടിട്ടുള്ളതാ സിനിമ എടുക്കാൻ. ആരും എന്നോട് ദയവ് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇയാളിപ്പോ പോ. താനും പോ. എന്നെ ചുറ്റിപ്പറ്റി നടന്ന താനും ഗതി പിടിക്കില്ല. സാർ ഇങ്ങനെയൊന്നും നിരാശപ്പെടരുത് കേട്ടോ. ആശ കൈവിട്ട പിന്നെ ജീവിതം പോയി. തോറ്റു കൊടുക്കാൻ ആർക്കും പറ്റും സാറേ. തോറ്റു കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിലേ നീ എനിക്കൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചു. ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കേൾപ്പിച്ച് നീ എനിക്കൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചതാ. എന്താ ബുദ്ധിമുട്ടാണല്ലേ? ആദർശമൊക്കെ പറയാൻ എല്ലാരെ കൊണ്ടും പറ്റും. ഒരു പ്രൊഡ്യൂസറെ പിടിച്ചേരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓഫീസിൽ വരാനിരിക്കും. വരാം സാറേ.
പ്രൊഡ്യൂസറെ ഞാൻ സംഘടിപ്പിച്ചു തരാം. നീ എന്താ തമാശ പറയാ? ജീവിതം വെച്ച് ആരും തമാശ കളിക്കാനില്ല സാറേ. ഇതിപ്പോൾ എൻ്റെ ജീവിതമായി പോയി. എൻ്റെ പെങ്ങളുടെ സാറേ എനിക്ക് 1 മാസത്തെ സമയം തരണം. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള അടവൊന്നുമല്ല കേട്ടോ. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കും. സാർ ആ കൈ ഒന്ന് കാണിച്ചേ. ഇത് പ്രിയന്റെ വാക്കാണ്. ഉറപ്പാ. അതെ മോനെ നിന്ന് ഇടാ നിക്ക്. നീ പ്രൊഡ്യൂസറെ എങ്ങനെ പിടിക്കും? അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ ഈ പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ എന്തുവാ? ചേട്ടായി എന്താ? അതെ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ എപ്പോഴാ വരുന്നത്? എന്തോന്നാ? അല്ല, ഇതിന്റെ ഓരോ ദിവസത്തെ കളക്ഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പ്രൊഡ്യൂസർ വരത്തില്ലയോ? എനിക്കൊന്ന് പുള്ളിക്കാരനെ കാണണമായിരുന്നു, ഒരു സിനിമയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പരിചയത്തിൽ ഒരു സംവിധായകനുണ്ട്, പുള്ളിയുടെ കയ്യിൽ നല്ലൊരു കഥയുണ്ട്. സാറ് കഥ പറയാൻ വേണ്ടി എൻ്റെ ലോഡ്ജിലേക്ക് വരും. ഞാൻ അപ്പുറത്തുള്ള ലോഡ്ജിലാണ് താമസിക്കുന്നത്, സ്വാതി ലോഡ്ജ്. ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കാൻ പ്രൊജക്ടർ റൂമിലേക്ക് കയറി വരുന്ന ഒരുത്തനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും ഇതൊക്കെ ആദ്യമായിട്ടാ. ഈ പടത്തിന്റെ കഥ എങ്ങനെയാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അകത്തിരുന്നെല്ലാം കണ്ട് പഠിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായേ പറ്റത്തുള്ളൂ. ഇവിടെ പഠിച്ച് പാസ്സായി തന്നെ പരീക്ഷയോ? കളക്ഷൻ്റെ കാര്യം നോക്കാനേ റെപ്രസെൻറ്റീവ് ഉണ്ട്. താനൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും മുന്തിയ ഹോട്ടലോടെയല്ലേ, അവിടെ ചിലപ്പോൾ സംവിധായകരും താരങ്ങളൊക്കെ ഉണ്ടാവും. മക്കളെയല്ലേ വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത് പണിയില്ലേ. ഓ, ഈ സിനിമാക്കാർക്കൊക്കെ എന്നാ ജാടേ.